സംഗീതവും ഞാനും എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. സംഗീതജ്ഞരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. വിശ്വാസികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വത്തിന് ഉടമയാണ് ബഹുമാനപ്പെട്ട ശ്രീ ചാൾസ് ജോൺ സാർ. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുള്ളതായ പാട്ടുകളാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, കുരിശെടുത്തൻ യേശുവിനെ എന്നുള്ളതായ ഗാനങ്ങൾ. ഈ ഗാനങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ചത് പ്രിയ ശ്രീ ചാൾസ് ജോൺ സാറാണ്. ഇന്നത്തെ സംഗീതവും ഞാനും എന്നുള്ളതായ ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ചാൾസ് ജോൺ സാറും സാറിൻ്റെ മകൻ ജോൺലിയും കൂടെയാണ്. ഇത്രയും സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്തു. ഗാന രചയിതാവ് എന്നുള്ളതായ നിലയിൽ, അല്ലെങ്കിൽ സംഗീത സംവിധായകൻ എന്നുള്ളതായ നിലയിൽ ഇത്തരത്തിൽ എങ്ങനെയാണ് ആരംഭം കുറിച്ചത് എന്ന് ഒന്ന് വ്യക്തമാക്കാമോ? സംഗീതവും ഞാനും എന്ന ഈ പ്രോഗ്രാമിൽ എനിക്കും വന്ന് സംബന്ധിക്കുവാനും എൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാനും ഇടയാകുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ നാമത്തിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ 14-ാമത്തെ വയസ്സിലാണ് ഗാനങ്ങൾ എഴുതുവാനായിട്ട് ആരംഭിച്ചത്. ബാല്യം മുതൽ തന്നെ സംഗീതത്തോട്, ഗാനങ്ങളോടൊരു വലിയ പ്രതിപത്തിയും സ്നേഹവും എനിക്കുണ്ടായിരുന്നു. ഗാനങ്ങൾ എന്നെ വളരെയധികം ആകർഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാല്യപ്രായത്തിൽ കേൾക്കുന്നതായ ഗാനങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ തന്നെ അതിൽ ആസ്വദിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും എനിക്ക് ഇടയായിട്ടുണ്ട്. ഗാനങ്ങൾക്ക് ഇത്രയധികം സ്വാധീന ശക്തി ഉണ്ട് എന്നുള്ളത് എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പല ക്രിസ്തീയ ഗാനങ്ങൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത്യധികമാണ്. ഞാൻ ഓർക്കുകയാണ്, എം.എ. ചെറിയാൻ സാറ്, പഴയ മൂത്താമ്പാക്കൽ കൊച്ചുണ്ണി ഉപദേശി, അതുപോലെ കെ.വി. സൈമൺ സാറ്, പി.വി. തൊമ്മി ഉപദേശി, അവരുടെയൊക്കെ ഗാനങ്ങൾ എൻ്റെ ബാല്യത്തിൽ തന്നെ കേൾക്കുകയും അത് ആസ്വദിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള ഒരു വലിയ ആഗ്രഹം, ഇതുപോലെയുള്ള ഗാനങ്ങളൊക്കെ എഴുതിയാൽ എത്ര നന്നായിരിക്കും. അത് ജനഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒന്നാണല്ലോ, ആശ്വാസം നൽകുന്നതാണല്ലോ. അങ്ങനെയുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്കുണ്ടായപ്പോൾ ചെറിയ വരികളൊക്കെ ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി. 14-ാമത്തെ വയസ്സിലെഴുതിയ ഗാനങ്ങളൊന്നും രംഗത്ത് വന്നിട്ടില്ല. എങ്കിൽ തന്നെയും ചില അടികളൊക്കെ എഴുതി അത് ഞാൻ തന്നെ പാടി സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ചെറിയ പ്രായത്തിൽ എനിക്ക് പ്രോത്സാഹനം തന്ന അനേകരുണ്ട്. പിന്നെയും എഴുതുവാനുള്ള ഉത്തേജനം നൽകിയ പല പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും അവരെയൊക്കെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് ഗാനരചന എന്ന് പറയുന്നത്. മനസ്സിൽ സംഗീതമുണ്ട് എന്ന് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ പ്രചോദനം എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് കൂടെ ഒന്ന് പറയാം. പാട്ട് എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഞാൻ ഒരു പാട്ടുകാരനല്ല, വാസ്തവത്തിൽ പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. എന്നാൽ ചില അടികളൊക്കെ ഇങ്ങനെ എഴുതി വന്നപ്പോൾ അതിനൊരു സാഹിത്യ ഭംഗിയും അതുപോലെ തന്നെ അനുഭവങ്ങളുടെ ആശയങ്ങളൊക്കെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എഴുതുന്ന ചില പാട്ടുകൾ ചിലരൊക്കെ പാടാനായിട്ട് തുടങ്ങി. അത് ചിലരുടെ അനുഭവമായിട്ട് മാറാൻ തുടങ്ങി. മറ്റ് പല പ്രിയപ്പെട്ടവരെന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഇങ്ങനെ ഒരു ശുശ്രൂഷ എന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം ഏൽപ്പിച്ച ഒരു കാര്യമാണ് എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് പാട്ടുകളൊക്കെ കുറേ കൂടെ എഴുതാനായിട്ട് എനിക്ക് ഇടയായത്. കുറേയധികം നല്ല ഗാനങ്ങൾ സാറിൻ്റെ സംഭാവനകളാണ്. ഗാനങ്ങൾ ഏതൊക്കെയാണ് എന്ന്, കുറച്ച് ഗാനങ്ങളിലും ഏതൊക്കെയാണ് എന്ന് ഒന്ന് പറയാമെങ്കിൽ അതിൻ്റെ വരികളൂടെ ഒന്ന് കേട്ടാൽ നല്ലതായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ആദ്യത്തെ പാട്ടുകളൊന്നും രംഗത്ത് വന്നിട്ടില്ല.
എന്നാൽ ഏറെക്കുറെ രംഗത്ത് വന്ന ഒരു ഗാനമെന്ന് പറയുന്നത് കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്നുള്ള ആ പാട്ടാണ്. അതാണ് ഒരു പൊതുരംഗത്തേക്ക് സമൂഹം പാടാനായിട്ട് ഇടയാകുന്ന ഒരു പാട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ന് മഹത്വത്തിൽ വിശ്രമിക്കുന്ന KP ഫിലിപ്പ് അച്ഛനാണ് ആ കാര്യത്തിൽ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ആ പാട്ട് എഴുതി അധികം താമസിക്കാതെ തന്നെ പ്രിയ അച്ഛൻ്റെ അടുക്കൽ ഞാൻ വരികയും ആ പാട്ട് പാടി കേൾപ്പിക്കുകയും ചെയ്തു. അധികം താമസിക്കാതെ മാരാമൺ കൺവെൻഷനിൽ ആ പാട്ട് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് ആ പാട്ടുകൾ കുറച്ചുകൂടെ പ്രചാരമുണ്ടാകാനും അനേക ദൈവമക്കൾ പാടി സന്തോഷിക്കുവാനായിട്ടും ഇടയായത്. അതാണ് ആദ്യം പ്രചാരത്തിൽ വന്ന ഒരു ഗാനം എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എഴുതിയ ഗാനങ്ങൾ അനേകവും ദൈവദിനത്തിൻ്റെ മധ്യത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സാധു എന്നെ കൈവിടാതെ, എൻ്റെ സങ്കേതവും ബലവും, അതുപോലെ കർത്താവെ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. ഇതുപോലെയുള്ള ഗാനങ്ങൾ ഏതാണ്ട് 100-ൽ പരം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്നും ആ ഗാനങ്ങൾ നിലനിൽക്കുന്നു. അത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗാനങ്ങളൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ആഴത്തിൽ നിന്നും എഴുതിയിട്ടുള്ള ഗാനങ്ങളാണ്. ഞാൻ എഴുതിയ ഗാനങ്ങളിൽ അത്യധികമായി പ്രസിദ്ധീകരിച്ച, അതായത് പ്രചാരം കിട്ടിയ പാട്ടിലൊന്നാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്നുള്ള ഗാനം. 1980 ആ ഗാനം ഞാൻ എഴുതിയത്. അതെഴുതുവാനായിട്ട് ഉണ്ടായ മുഖാന്തരം എന്ന് പറയുന്നത്, എൻ്റെ ബാല്യപ്രായത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ 12-ാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞു. ബാല്യത്തിൽ തന്നെ ദൈവ വഴിയിൽ വരാനിടയായതുകൊണ്ട് ലോകത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ ഇടയാകാതെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവ വഴിയിൽ നിൽക്കുവാനായിട്ട് ഇടയായി. അന്നുള്ള എൻ്റെ ഒരു പ്രത്യേകത, ജീവിതത്തിലെ ഏതു ചെറിയ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു വലിയ ആശ്രയ ജീവിതം എനിക്കുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉടുക്കുവാനൊരു കൈലിക്ക് പോലും ഞാൻ 4 മാസം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ലളിതമായ ലഘുവായ കാര്യമാണെങ്കിൽ തന്നെയും അത് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ആശ്രയ ജീവിതം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പഠിച്ചു, എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ചിന്താഗതികൾക്കൊക്കെ വ്യത്യാസമുണ്ടായി. ഒരു കാലത്ത് ഏതു ചെറിയ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടുമല്ലോ, അന്ന് കാര്യങ്ങൾ സാധിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഞാൻ എത്തി. എന്നാൽ ഞാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ദൈവമേ, ഒരു കാലഘട്ടത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ചോദിച്ച് ദൈവകരങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ അനുഭവം എനിക്കുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ശമ്പളത്തിലും ഞാനുണ്ടാക്കുന്ന പണത്തിലുമല്ലേ ഞാൻ ആശ്രയിക്കുന്നെന്നുള്ള കുറ്റബോധം എൻ്റെ ഹൃദയത്തിൽ വന്നുകൂടാൻ ഇടയായി. ദൈവം തന്നു. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവേ, ആ പഴയ ജീവിതം എനിക്ക് തരണം, പണ്ടത്തെ പോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയാകണം എന്ന് എൻ്റെ കുറവ് കണ്ട് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയും അങ്ങനെ ആ ആശ്രയ ജീവിതത്തിലേക്ക് എനിക്ക് മടങ്ങി വരുവാൻ ഇടയായി. എന്നാൽ അങ്ങനെ ഒരു സമർപ്പണത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരു സ്ഥലത്ത് കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ മകൻ ജോൺ ലീ വളരെ അത്യാസന്നമായ നിലയിൽ 2 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് തീരുവാനിടയായി. ഞാൻ വേഗം അവിടെ വന്ന് 2 വയസ്സ് പ്രായമുള്ള പൈതലിനെ കണ്ടപ്പോൾ വളരെ അത്യാസന്നമായൊരു സാഹചര്യമാണ്. ഡോക്ടർ പറഞ്ഞു, പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല, എങ്കിൽ തന്നെയും ഞങ്ങൾ ICUയിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞു. ICUയിലേക്ക് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ കൊണ്ടുവന്ന് ജോൺലിയെ അവിടെ ആക്കി. അന്ന് വളരെ മനസ്സിന് വളരെ വേദനയും പ്രയാസവും ഉണ്ടായിരുന്നു. ഇനി അടുത്ത നിമിഷത്തിൽ എന്താണ് കേൾക്കാനായിട്ട് കഴിയുന്നത് എങ്കിൽ തന്നെയും അവിടെയും ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി അഡ്മിറ്റ് ചെയ്ത റൂമിലേക്ക് ഞങ്ങൾ വന്നു. ആ രാത്രിയിൽ വാസ്തവത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. വളരെ ഹൃദയഭാരത്തോടുകൂടി ദൈവസന്നിധിയിൽ മണിക്കൂറുകളെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ICUവിൻ്റെ മുന്നേ വന്നപ്പോൾ
ആ നേഴ്സ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി തന്നെ ഈ പൈതലിന് ഒരു വലിയ വ്യത്യാസമുണ്ടായി, ഒരു വലിയ ആശ്വാസമുണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ടിടയായി. അപ്പം ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ ആ രാത്രിയിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ ചിന്തയും ആ വേദനയും ഭാരവും ഒരു കടലാസിൽ ഞാൻ കുറിച്ചു വെച്ചു. അതിങ്ങനെയായിരുന്നു: മനോവേദന പല ശോധന മമ ജീവിത പാത ഇതിൽ മാറാതെ ഏറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ആദ്യം എഴുതിയ അടിയതയാണ് അതാണ്. ആ ട്യൂണ് പോലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ട്യൂണാണ്. അങ്ങനെ അത് എഴുതി അവിടെ നിർത്തി. ഞാൻ ചുരുക്കി പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് പ്രിയ മകൻ ജോൺലിയും ഒരുമിച്ച് ഏറിയ സന്തോഷത്തോടും സ്തോത്രത്തോടും കൂടി ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഇടയായി. മടങ്ങിച്ചെന്നതിന് ശേഷം ഞാൻ എഴുതിയതാണ്: എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ആ ഹൃദയവേദനയോടുകൂടി എഴുതിയ ഒരു ഗാനമാണ് കണ്ണുനീരിൻ്റെ തുള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഹൃദയഭാരത്തോടു കൂടി തന്നെ എഴുതിയ ആ ഗാനമാണ്. എന്നാൽ ഞാനതിൻ്റെ ആദ്യത്തെ പല്ലവി എഴുതിയതിൻ്റെ ഒരു കാര്യം, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് ആശ്രയ ജീവിതം ഇല്ല എന്നുള്ളത് ദൈവം എന്നെ ബോധ്യപ്പെടുത്തി. അത് തന്നെയല്ല, എന്നെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം മുഖാന്തരം ഒരുക്കി തന്നു. മുന്നേ നിൻ്റെ പണമോ നിൻ്റെ ശമ്പളമോ നിൻ്റെ കഴിവോ ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളത് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. പ്രിയമുള്ളവരെ, നമുക്ക് എന്നും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആശ്രയ സങ്കേത സ്ഥാനമാണ് ദൈവത്തിൻ്റെ കൃപ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുത്തരെ പോലും കർത്താവ് കൈവിട്ട് കളയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതു സമയത്തും നമ്മുടെ ഭാരങ്ങളുമായി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നമുക്ക് ആശ്രയിക്കാം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. ആശ്രയിക്കുന്നവരെ കൈവിടാത്തൊരു കർത്താവ് നമുക്കുണ്ട്. അങ്ങനെയാണ് ആ പാട്ട് എഴുതാനിടയായത്. ആ പാട്ട് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു അനുഭവത്തോടു കൂടി എഴുതിയ ഒരു ഗാനമാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചത്. ഇന്ന് നമ്മളോടൊപ്പം സംബന്ധിക്കുന്ന സാറിൻ്റെ കൂടെ സാറിൻ്റെ മകനും കൂടെയുണ്ട്, ശ്രീ ജോൺലി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ സാറിൻ്റെ ഗാനങ്ങളും നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. 1987 ഇടക്കര എന്ന് പറയുന്ന സ്ഥലത്തൊരു കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയി. അന്ന് ജോലിയിലിരിക്കുന്ന കാലഘട്ടമായിരുന്നു. 10 മണിക്ക് അഥവാ ഞായറാഴ്ച രാത്രിയിലെ യോഗം കഴിഞ്ഞ് 10 മണിക്കുള്ള ഒരു വഴിക്കടവ് തിരുവല്ല ഫാസ്റ്റിൽ എനിക്ക് മടങ്ങിപ്പോരണം. രാത്രിയുടെ യാമത്തിൽ യോഗം കഴിഞ്ഞ് ആ വഴിക്കടവ് ഫാസ്റ്റിൽ ഞാൻ മടങ്ങിപ്പോരാനായിട്ട് ആഗ്രഹിച്ച് ആ ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ ചെന്ന് ആ ബസ്സിൽ കയറാൻ നോക്കിയപ്പോൾ കാലുകുത്താൻ പോലും സ്ഥലം ആ ബസ്സിനകത്തില്ലായിരുന്നു. വളരെ തിരക്കേറിയ ഒരു ബസ്സായിരുന്നു അത്. എനിക്കതിൽ തീർച്ചയായിട്ടും പോരുകയും വേണമായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ബാഗുമായിട്ട് ആ ബസ്സിൽ കയറി. അവിടെ ആ ബസ്സിനകത്ത് കയറി ഇരിക്കാനൊരു സീറ്റ് എനിക്ക് കിട്ടിയില്ല, നിൽക്കാനുള്ള ഇടമില്ല. എങ്കിൽ തന്നെയും രാത്രി 10:30 മണിക്ക് ബസ്സിൽ കയറിയ ഞാൻ വെളുപ്പിനെ
5 മണി വരെ ആ സൂപ്പർ ഫാസ്റ്റിൽ ഞാൻ നിന്ന് യാത്ര ചെയ്ത് 5 മണി കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഞാൻ വന്ന് ഇറങ്ങി. എൻ്റെ ശരീരമാകമാനം തളർന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും മണിക്കൂറുകൾ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായ ക്ഷീണം. എങ്കിൽ തന്നെയും ഞാൻ ആ ബലഹീനതയോടെ ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ ഒരു ബെഞ്ചിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ അടുത്ത ഫാസ്റ്റിൽ കയറി ജോലി സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ച ബസ്സിലിങ്ങനെ ഇരിക്കും. ബെഞ്ചിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു ചിന്ത, അന്ന് 9 മണിക്ക് ജോലിക്ക് പോകണം, വൈകിട്ട് 6 മണിക്ക് പൊൻകുന്നത്ത് നടക്കുന്നൊരു കൺവെൻഷനിൽ പോയി പ്രസംഗിക്കണം. ഇതെല്ലാം എൻ്റെ മുൻപിലുള്ള പ്രോഗ്രാമാണ്. എന്നാൽ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ പ്രശ്നമാണ്, അവധിയെല്ലാം തീർന്നു. വൈകിട്ടത്തെ കൺവെൻഷന് പോകുന്നില്ല, അവരെ വിളിച്ച് പറയണം, ഇന്ന് ഞാൻ വരുന്നില്ല, ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി യോഗത്തിൽ ഞാൻ വരാം എന്ന് പറയാനായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് ആ കോട്ടയം സ്റ്റാൻഡിൽ ഇങ്ങനെ ആ ബെഞ്ചിലിരിക്കുമ്പോൾ ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് ഏർപ്പെട്ടു. കുഞ്ഞെ, രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്യാൻ നിനക്കൊരു ക്ഷീണവുമില്ല. വൈകിട്ട് പൊൻകുന്നം കൺവെൻഷനിൽ പോയി പ്രസംഗിക്കുന്നതിനാണ് നിനക്ക് ക്ഷീണം. നീ വീട്ടിൽ പോയി വിശ്രമിക്കാൻ ആഗ്രഹിക്കുകയില്ലേ? വേണ്ട, ഇന്ന് രാത്രിയിൽ നീ പൊൻകുന്നത്ത് പോയി ദൈവവചനം പ്രസംഗിക്കണമെന്ന് വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ സമർപ്പണം ചെയ്ത്, കർത്താവേ, ഞാൻ പോകാം, എനിക്കിവിടെ വിശ്രമം വേണ്ട കർത്താവേ, നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ വിശ്രമിച്ചു കൊള്ളാം എന്നുള്ള ആ ഒരു അനുഭവം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ആ KSRT സ്റ്റാൻഡിൽ ഇരുന്നുകൊണ്ട് വെളുപ്പിനെ 5 മണിക്ക് ഞാൻ ഇങ്ങനെ എഴുതി: നല്ല നാഥനെ, നിനക്കായി വേല ചെയ്യും അന്ത്യം വരെ, അല്ലൽ തീർന്നു നിൻ സവിതേ വരാതെ, ഇല്ല പാലിൽ വിശ്രമം. കർത്താവേ, ഇവിടെ എനിക്ക് വിശ്രമം വേണ്ട, നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ വിശ്രമിച്ചു കൊള്ളാം എന്ന് അവിടെ ആ ഒരു അനുഭവത്തിൽ ഞാൻ എഴുതിയതാണ്. പ്രിയമുള്ളവരെ, അവിടെ ആ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ ചിന്തകൾ, ഞാൻ ആദ്യം പകർത്തിയ അടി എന്ന് പറയുന്നത് ആ അടിയാണ്. നല്ല നാഥനെ എന്നുള്ള ആ അടിയാണ് ആദ്യം എഴുതിയത്. അതിനുശേഷം എനിക്കൊരു ഫാസ്റ്റ് കിട്ടി. ഞാൻ ആ ഫാസ്റ്റിലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വർഗനാട്ടിൽ എൻ പ്രിയൻ തീർത്തിടുന്നുള്ള പാട്ടിൻ്റെ ഏതാനും 3/4 ഭാഗം ഞാൻ എഴുതി തീർത്തു. അങ്ങനെയാണ് ആ പാട്ട് എഴുതാനുണ്ടായ മുഖാന്തരം. എന്നാൽ ആ പാട്ട് അനേക ജീവിതങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാനായിട്ടിടയായിട്ടുണ്ട്. ഞാൻ എഴുതിയ ഗാനങ്ങൾ നല്ല പ്രചാരം കിട്ടിയ ഒരു പാട്ടാണത്. അത് ഈ ഒരു അനുഭവത്തിലാണ് എനിക്ക് എഴുതാനായിട്ടിടയായത്. ആ യാത്രയുടെ ക്ലേശം എന്നെ ആ ഗാനത്തിലേക്ക് നയിക്കുവാൻ ദൈവമിടയാക്കി. ദൈവാത്മാവിൻ്റെ ആ ഇടപെടൽ എനിക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ അടികൾ പ്രത്യാശയോടെ എഴുതുവാനായിട്ട് ഇടയായത്. നല്ല നാഥനെ, നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ, അല്ലൽ തീർന്നു നിൻ സവിധേവരാ, ഇല്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിധേവരാ, ഇല്ല പാരിൽ വിശ്രമവും. ഞാൻ എഴുതിയ ഗാനങ്ങളിൽ 90% എൻ്റെ ജീവിതത്തിലെ തീവ്രമായ അനുഭവങ്ങളിൽ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. ഓരോ പാട്ടുകൾക്കും അതിൻ്റെ പിന്നിൽ ഓരോ അനുഭവങ്ങൾ എനിക്കുണ്ട്. അനുഭവം ഇല്ലാതെ ഞാൻ പാട്ടുകൾ എഴുതിയിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, 1978 ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഒരു വർഷമായിരുന്നു. രോഗങ്ങൾ, കഷ്ടം, നഷ്ടം, അതുപോലെ തന്നെ മറ്റ് പ്രതിബന്ധങ്ങൾ, എതിർപ്പുകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, ഇതെല്ലാം ഒരുപോലെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിരുന്നു 1978. നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നുവെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, നാനാ പരീക്ഷകൾ, ഒരു പ്രശ്നം വരുമ്പോൾ വേറൊരു പ്രശ്നം, ഒരു ദുഃഖം മാറുമ്പോൾ വേറൊരു ദുഃഖം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിലയിലുള്ള പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, എന്താണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഞാനും ചിന്തിച്ചു പോയിട്ടുണ്ട്.
കർത്താവ്, എൻ്റെ ജീവിത പടക് മുങ്ങാൻ തുടങ്ങിയാണോ? എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഞാൻ അറിയാതെ ദൈവത്തോട് ചോദിച്ചു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വളരെ വേദനയുടെ ആ കാലഘട്ടത്തിൽ കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ പടക് മുങ്ങിപ്പോകാൻ തുടങ്ങിയാണോ എന്ന് സംശയിക്കുന്ന സമയത്ത് എനിക്ക് ധൈര്യം നൽകിയ ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ പടകിൽ എൻ്റെ കർത്താവുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും ആ പടക് മുങ്ങിപ്പോകുകയില്ല. ലോകത്തിലെ ഒരു ശക്തിക്കും രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രതിബന്ധങ്ങളോ കഷ്ടമോ നഷ്ടമോ എന്തു വന്നാലും ആ പടക് മുങ്ങാനും മുക്കുവാനും ആർക്കും കഴിയുകയില്ല. കർത്താവ് ആ പടകിലുണ്ട് എന്നുള്ള ആ വലിയ ധൈര്യം എനിക്ക് നൽകി. അത് തന്നെയല്ല, ദൈവം എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തന്നു. ദൈവം എന്നെ ബലപ്പെടുത്തി. ദൈവം എന്നെ കൈവിടാതെ അവൻ തൻ്റെ കരങ്ങളാൽ എന്നെ നടത്തി. എൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനം ദൈവം എനിക്ക് നൽകി. ആ സമയത്ത് 1978 എഴുതിയ ഒരു ഗാനമാണ്, സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിരുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ എന്നെഴുതുന്ന സമയത്ത് കണ്ണുനീരിൻ്റെ തുള്ളികൾ ആ എഴുതിയ കടലാസിൽ വീണ് നനഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കൊടുങ്കാറ്റും തിരമാലകളും പടകിൽ വന്ന് ആഞ്ഞടിക്കും നേരത്ത് ആ കർത്താവ് എൻ്റെ പടകിലുണ്ട്, അത് മുങ്ങിപ്പോകുകയില്ല എന്ന് ധൈര്യമായി എനിക്ക് എഴുതുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ജീവിതത്തിൽ വളരെ വേദനയോടുകൂടി വിഷമത്തിൽ കൂടി കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ആ ഗാനം വളരെ ആശ്വാസത്തിന് മുഖാന്തരമായിട്ട് തീർന്നു. ഞാൻ പിന്നീട് തിരിഞ്ഞു നോക്കി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കർത്താവേ, 1978 സ്തോത്രം. അങ്ങനെയുള്ള ഒരു കഷ്ടതയിൽ കൂടി ദൈവം എന്നെ നടത്തിയത് കൊണ്ട് അങ്ങനെ ഒരു ഗാനം എഴുതുവാനായിട്ട് എനിക്കിടയായി. അത് അനേകർക്ക് ആശ്വാസം നൽകാൻ, ചിലരുടെ രക്ഷയ്ക്ക് പോലും അത് മുഖാന്തരമായിട്ട് തീർന്നു എന്ന് അറിയാനായിട്ട് എനിക്കിടയായി. ഞാൻ ദൈവത്തെ സ്തുതിച്ച്, കർത്താവേ, നീ തന്ന കഷ്ടതയ്ക്കായി സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ഏതു കഷ്ടതയുടെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിത പടകിലുണ്ടെങ്കിൽ ഒരിക്കലും ആ പടകിനെ മുക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ കൈവിടുകയില്ല. ആ നല്ല കർത്താവിൽ നമുക്ക് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏറ്റവും പുതിയതായിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവസാനമായിട്ട് ചെയ്തിട്ടുള്ളതായ ഗാനം ഏതാണ്? അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഗാനം ഏതാണ്? ആ ഗാനത്തെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം പാട്ടുകളൊന്നും എഴുതുന്നില്ലേ എന്ന്. ഞാൻ എല്ലാ വർഷവും 1-2 പാട്ടുകളൊക്കെ എഴുതാറുണ്ട്. ചില നാൾക്ക് മുമ്പ് ഞാനൊരു രോഗിയായി 15 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന ദിനരാത്രങ്ങളായിരുന്നു. ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമെന്ന് ആരും കരുതിയതല്ല. എന്നാൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് സൗഖ്യം നൽകി. ദൈവം എനിക്ക് പുതിയ ജീവൻ നൽകി. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനുള്ള അവസരങ്ങൾ പിന്നെയും ദൈവം എനിക്കൊരുക്കി. ഞാനിങ്ങനെ ലോകത്തിലായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി. ദൈവം എനിക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തന്നു, ആരോഗ്യം ബലവും തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ കൃപയും കരുതലും ഞാൻ അനുഭവിച്ചപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ദൈവം എനിക്ക് തന്ന ആ നാളുകൾ, ഇനിയുമുള്ള നാളുകളും കർത്താവിന് വേണ്ടി ഫലപ്രദമായ ശുശ്രൂഷകൾ ചെയ്യണം. ദൈവം എനിക്ക് തന്ന ആ ദിവസങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് ഓർത്തുകൊണ്ട്, വിശ്വാസയാത്ര വേഗം തീരും, എൻ്റെ വിശ്രമ വീട്ടിൽ ഞാൻ ചെന്നു ചേരും എന്നുള്ളൊരു ഗാനം ഞാൻ എഴുതി. അതിനകത്ത് ഞാൻ ഇങ്ങനൊരു അടിയോടെ എഴുതിയിട്ടുണ്ട്, അല്പദിനങ്ങൾ ഈ പാരിൽ തന്നു തൃപ്പാദ സേവ ചെയ്യുവാൻ, ഒപ്പമിരുത്തി മാനിക്കുമെന്ന് ഒപ്പുമൻ കണ്ണീരെല്ലാം. ഇത്രയും നാളും എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ജീവിപ്പാനും എനിക്കിടയായ ആ നന്ദിയോടെ, ആ സ്നേഹത്തോടെ, കർത്താവിനോടുള്ള ആ ഭക്തിയോടെ, ആശ്രയത്തോടെ ഞാൻ ഈ അടുത്ത സമയത്ത് എഴുതിയ ഒരു ഗാനമാണ് അത്. ഈ അടുത്തിടെ എഴുതിയ ഏറ്റവും പുതിയ ഒരു ഗാനമാണ് അത്. എൻ്റെ കൊച്ചുമോൻ തന്നെ പാടുന്നതായിരിക്കും. വിശ്വാസയാത്ര വേഗം തീരും, എൻ്റെ
നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം വലിയ വേദനയുടെ കാലഘട്ടമാണെന്ന് പറയാം. മഹാമാരിയുടെ ഭീതിയിൽ, ഭയത്തിൽ, രോഗത്തിലൊക്കെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. ദൈവകൃപയെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചൊക്കെ ജീവിത അനുഭവങ്ങളിൽ കണ്ട് വളർന്നിട്ടുള്ളതായൊരു വ്യക്തിത്വമാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതായൊരു സന്ദേശം എന്താണ്? പ്രിയാച്ചൻ ഓർപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഈ നാളുകളിൽ വളരെ വൈഷമ്യമേറിയ ഒരു സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്. ലോകത്തിലുള്ള ജനങ്ങളെല്ലാം വളരെ ഭീതിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ഈ ലോകം വിട്ട് കടന്നുപോയി. അനേക കുടുംബങ്ങൾ ആ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഓർത്തൊരു കാര്യം, നമ്മളൊരിക്കലും ചിന്തിക്കാത്ത, അനുഭവിച്ചറിയാത്ത വ്യത്യസ്തമായ ഒരനുഭവത്തിലൂടെയാണല്ലോ നമ്മളൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം ധൈര്യമായി പറയാൻ കഴിയും, ദൈവമറിയാതെ, ദൈവം സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആ ദൈവം നമ്മളെ സഹായിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളെ താങ്ങുവാനും കരുതുവാനും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരുവാനും നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഇങ്ങനൊരു അനുഭവത്തിലൂടെ ദൈവം നമ്മെ നടത്തിയപ്പോൾ നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനും ഉപേക്ഷിക്കാനും ഒരു പുതിയ സമർപ്പണത്തോടെ വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാനും ദൈവം നമുക്കിടയാകട്ടെ. ഈ കാലയളവ് നമുക്കെല്ലാവർക്കും ഒരനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. സംഗീതവും ഞാനും എന്നുള്ളതായ ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ഭാഗമായിരുന്ന ഇത്രയും ബഹുമാനമുള്ള ശ്രീ ചാൾസ് ജോൺ സാറിനും മകൻ ജോൺലിക്കും കൊച്ചുമകൻ ജോആഷിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. തുടർന്നുള്ളതായ നാളുകളിലും അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സംഗീതവും ഞാനും എന്നുള്ളതായ പ്രോഗ്രാമിൽ കാണാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.